ഇവരേറ്റവും അധികം പരിശ്രമിക്കുന്നത് നെഹ്റുവിനെ തുടച്ചു നീക്കാനാണ്. നെഹ്റു ചരിത്രത്തിലുണ്ടായിരുന്നില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് വളരെ മോശപ്പെട്ട, വളരെ അധമനായ ഒരു മനുഷ്യനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കണം. അപ്പോൾ മതാതീതമായ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ മതമാണ് നാടിനെ ഭരിക്കുന്നത്, ജനതയെ ഭരിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുന്നത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ടുകൂടിയാണ് മതേതരനായിരുന്ന തോമസ് മാഷ് ഇപ്പോൾ കുറേ ആളുകൾക്ക് അപ്രിയം ഉണ്ടാക്കുന്നത്. അത് ജൂതന്മാർ നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, അവരിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ശരിയല്ല. ചരിത്ര നിഷേധങ്ങൾ ആരുടേതും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരിടത്തൊരു അനീതി നടന്നാൽ ആ രാത്രിക്ക് മുന്നേ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുന്നത് പോലെ അതപ്പോൾ തന്നെ പ്രതിഷേധിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ മനസ്സിൽ മാളയിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയായി ഞാൻ കണക്കാക്കുന്ന ആളാണ് തോമസ് മാഷ്. ചരിത്രത്തെ റദ്ദ് ചെയ്ത് കളയുകയാണ്. ഇത്തരം വലിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്ട്രക്ചറുകൾ മാത്രമല്ല, മഹാന്മാരായ ചരിത്രകാരന്മാരെയും റദ്ദ് ചെയ്യുകയാണ്. ഇവരേറ്റവും അധികം പരിശ്രമിക്കുന്നത് നെഹ്റുവിനെ തുടച്ചു നീക്കാനാണ്. നെഹ്റു ചരിത്രത്തിലുണ്ടായിരുന്നില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് വളരെ മോശപ്പെട്ട, വളരെ അധമനായ ഒരു മനുഷ്യനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിൽ ഓരോരോ ചരിത്ര പുരുഷന്മാരെയായി, ഓരോരോ ചരിത്ര ഘട്ടങ്ങളെയായി, ഈ ചരിത്രഘട്ടത്തിനെയും റദ്ദ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തികൾ ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ നടക്കുമ്പോൾ അതിൽ ഭാഗഭാക്കായിത്തീരുന്ന തരത്തിലുള്ള ഒരു നീക്കം നമ്മളിലും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. കിട്ടൻ മാഷ സംസാരത്തിലൊക്കെ ഒരു ഭയമാണ്. ഈ തോമസ് മാഷിൻ്റെ സ്മാരകങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ തോമസ് ഐസക്ക് പറഞ്ഞ ആ കാര്യം, ചരിത്ര സ്മാരകം എന്നത് അതൊരു പ്രതീക്ഷയായി നമ്മളിൽ അവശേഷിക്കുന്നുണ്ട്. അത് സംഭവിക്കേണ്ടതാണ്. പക്ഷേ അതൊക്കെ ഇല്ലാതായി പോകുമോ എന്നൊരാശങ്ക നിലനിൽക്കുകയാണ്. മാഷ് ഒരു വ്യക്തി എന്നുള്ളതല്ല, മാഷ് ഒരാശയമാണ്. ആ ആശയമാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്. ആ വ്യക്തി ഇല്ലാതായി കഴിയുമ്പോൾ അവശേഷിക്കുന്നത് ആശയമാണ്. ആ ആശയത്തിൻ്റെ പ്രചോദനം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞ ആ മതേതരത്വം. ഞാൻ ഈ കുരീപ്പുഴ ശ്രീകുമാർ സാറിനെ, അദ്ദേഹത്തിൻ്റെ കവിത ആത്മഹത്യാമുനം വെത്തുന്നതിന് മുമ്പ് എന്നുള്ള ആ കവിത കേട്ട് തുടങ്ങിയത് ഓർക്കുകിത് നമ്മൾ. അപ്പോൾ ഇതൊക്കെ അന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ MA പഠിക്കുന്ന കാലത്തെ പാടി കവിത ചൊല്ലി നടന്നിരുന്നതാണ്. അതിനുശേഷം അദ്ദേഹം, ഞാൻ റിട്ടയർ ചെയ്യുന്ന കാലത്താണ് അദ്ദേഹം മതാതീത സാംസ്കാരിക യാത്ര, ഇങ്ങനെയല്ലേ, മതേതര എന്നല്ലല്ലോ, മതാതീത സാംസ്കാരിക യാത്ര നടത്തുന്നത്. ആ കാസർഗോഡ് മുതൽ കുമാരനാശാൻ്റെ സ്ഥലം വരെയാണ്, അരുവിപ്പുറം വരെയാണ് അത് നടത്തിയതെന്ന് തോന്നുന്നു. അപ്പോൾ ആ യാത്രയിൽ 2 സ്ഥലത്ത് വെച്ച് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളും അന്ന് ഈ പശ്ചിമഘട്ട സംരക്ഷണ യാത്ര നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ഞങ്ങൾ സന്ധിച്ചിട്ടുണ്ട്. ഇത് 2016 അല്ലേ, 2016 17 ആണ്, 2016 നടത്തിയ 10 വർഷം കഴിഞ്ഞ യാത്രയാണ്. പക്ഷേ ഇപ്പോൾ മതാതീതമായ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ മതമാണ് നാടിനെ ഭരിക്കുന്നത്, ജനതയെ ഭരിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുന്നത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ടുകൂടിയാണ് മതേതരനായിരുന്ന തോമസ് മാഷ് ഇപ്പോൾ കുറേ ആളുകൾക്ക് അപ്രിയം ഉണ്ടാക്കുന്നത്. അദ്ദേഹം മറന്നു കളയേണ്ട ഒരാളാണ് എന്ന് തോന്നുന്നത്. അത് ഒരു ചരിത്രവും മറന്നു കളയേണ്ടതല്ല. ചരിത്രം ഉണ്ടായിക്കഴിഞ്ഞു, അത് നല്ലതായാലും ചീത്തയായാലും. അതുകൊണ്ട് തന്നെ മാളയിൽ ഞാൻ 80കളുടെ അവസാനത്തിലാണ് മാളയിൽ വരുന്നത്, ഈ കാർമൽ കോളേജിൽ ജോലിയായിട്ട്. അന്ന്
ജൂതന്മാരുടെ ആവാസ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മട്ടാഞ്ചേരി, പറവൂര്, മാള എന്നൊരു സ്ഥലം പഠിക്കും, കൊടുങ്ങല്ലൂർ, മാള എന്ന്. പക്ഷേ പിന്നീട് ഈ ജോലിയായി ഇവിടെ വരുമ്പോഴാണ് ഇതിങ്ങനെ ഒരു അത്ഭുതകരമായി ജൂതന്മാരുടെ അവശേഷിപ്പുകൾ ഇവിടെ ഉണ്ട് എന്നറിയുന്നത്. അന്ന് തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുമായിരുന്നു, ഇത് ഇപ്പം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് മാളയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഇടമായി, മാളയെ സ്ഥാപിക്കേണ്ട ഒരിടമായി, മാളയുടെ ഐഡൻറ്റിറ്റിയായി മാറേണ്ട ഒരു സംഗതിയാണ് എന്ന്. ഇപ്പോൾ ജൂതന്മാർ നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, അവരിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ശരിയല്ല. ചരിത്ര നിഷേധങ്ങൾ ആരുടേതും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കെ എ തോമസ് മാഷ് അതാണ് ചെയ്തത്. ചരിത്രങ്ങളെ ഇവിടെ അവശേഷിപ്പിക്കുക എന്നുള്ളത്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഞാൻ എല്ലാ മാഷുടെ അനുസ്മരണ പ്രസംഗങ്ങളിലും പറയാറുള്ളതാണ്. മാഷ് ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒറ്റയ്ക്ക് ഒരു സൈക്കിൾ ടയർ കത്തിച്ച് പിടിച്ച്, അപ്പോൾ അത്രയേറെ ഒരു അന്യായം ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതിഷേധിക്കേണ്ടതാണ്. ഒരിടത്തൊരു അനീതി നടന്നാൽ ആ രാത്രിക്ക് മുന്നേ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുന്നത് പോലെ അതപ്പോൾ തന്നെ പ്രതിഷേധിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ മനസ്സിൽ മാളയിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയായി ഞാൻ കണക്കാക്കുന്ന ആളാണ് തോമസ് മാഷ്. തോമസ് മാഷിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ആയിരുന്ന തോമസ് മാഷിൻ്റെ പേരിലുള്ള അവാർഡ് യുക്തിവാദിയായ, ഇപ്പോഴും ധീരതയോടുകൂടി യുക്തിവാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന, എല്ലാത്തരം കവിതകളും എഴുതുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയും കവിതകളും എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിന് ഈ അവാർഡ് കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സമർപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രശസ്തി പത്രം ഞാൻ വായിക്കാം. കെ തോമസ് മാസ്റ്റർ പുരസ്കാരം 2026 കുരീപ്പുഴ ശ്രീകുമാറിന്. നവോത്ഥാനത്തിൻ്റെയും പിന്നീട് വന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും ഫലമായാണ് ഇന്നത്തെ പ്രബുദ്ധ കേരളം രൂപപ്പെട്ടത്. ആ നേട്ടങ്ങളെല്ലാം ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുമ്പോൾ അതിനെതിരെ പൊരുതാൻ നിശ്ചയിച്ച കവിയും സാംസ്കാരിക പ്രവർത്തകനുമാണ് കുരീപ്പുഴ ശ്രീകുമാർ. പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി അദ്ദേഹം തിരിച്ചറിയുകയും അതനുസരിച്ച് നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തു. കവിത ഒരു സാംസ്കാരിക ഉപകരണം കൂടിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. യുക്തിബോധമാണ് മനുഷ്യ സമൂഹം മുറുകെ പിടിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആത്മഹത്യാ മുനമ്പ് പോലെ കാൽപ്പനികമായ കവിതയിൽ യുവത്വത്തിൻ്റെ പേലവതകളെ ആവിഷ്കരിച്ച് തുടങ്ങിയ കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവി പിന്നീട് തിടം വച്ചൊഴുകിയപ്പോൾ മലയാളിയുടെ അന്ധതകളെ, ഭാഷയുടെ കെടുതിയെ, മതേതരത്വത്തിനു മേൽ വന്നു വീഴുന്ന വെല്ലുവിളികളെ, സമൂഹത്തെ പിറകോട്ട് പിടിച്ചു വലിക്കുന്ന ശക്തികളെ കവിത കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു. കവിതകൾ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്ന കുരീപ്പുഴ ശ്രീകുമാറിന് ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപമായിരുന്ന കെ എ തോമസ് മാസ്റ്ററുടെ പേരിലുള്ള ഈ വർഷത്തെ പുരസ്കാരം ആദരപൂർവ്വം സമർപ്പിക്കുന്നു. താങ്ക് യു.